നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് നമ്മളിവിടെ കളഞ്ഞിട്ടില്ല കേട്ടോ. കളയാൻ തോന്നണില്ല എന്ന് പറഞ്ഞാണ് സത്യം. കുറേ നാൾ നമ്മൾ മീൻ വളർത്തിയല്ലേ. ഇതിനകത്തേക്ക് ഒരു പടുത മേടിച്ചിട്ടത് പിന്നെ ഇതിനകത്ത് മീൻ വളർത്തിയാലെന്നൊരു ആലോചന ഉണ്ടേ. അപ്പോൾ A4 അൽത്താഫ് എന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് രാവിലെ വെയിലൊക്കെ തെളിഞ്ഞിട്ട് മീനുകൾക്കൊക്കെ തീറ്റ കൊടുത്തിരിക്കുക കേട്ടോ. നമ്മുടെ ഈ പായലൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. കാണിച്ചില്ലേ, നമ്മളിത് ആഫ്രിക്കൻ പായൽ നോക്കി കുറച്ച് കൊണ്ടിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയതും പിന്നെ രണ്ട് ചെറുതും കൊണ്ടിട്ടാണ്. ഇപ്പോൾ നിറച്ചായിട്ട് ഇതിനകത്ത് നിറച്ചായി. അതിനകത്ത് അവിടെ ആയിട്ടുണ്ട്, അതുപോലെ ബാക്കി എല്ലാത്തിലായിട്ടുണ്ട്. സോൾട്ടേനും എടുത്തത് മാറ്റാട്ടോ. കാരണം വെച്ചാൽ ഇതിനകത്ത് കിടന്നിട്ട് അത്ര സെറ്റായിട്ട് കയറി വരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങിയാലും സെറ്റപ്പായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ മറ്റേ ബോക്സിലേക്ക് മാറ്റിയിട്ട് അക്യൂറിയം ഇല്ലേ, അക്യൂറിയത്തിനകത്ത് ആ 3 ഗപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. അതെയും ആ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി, കൊതുക് മുട്ടയുടെ ഇടാതിരിക്കാൻ വേണ്ടി മാത്രം ഗപ്പിനോട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ഗൗരേനും ഗോൾഡ് ഫിഷ് ഇടുവാണെങ്കിൽ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഈ സോൾട്ടേൽ അടിപൊളിയായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് കേട്ടോ. നമ്മളത് ഓസിൻ്റെ സൈഡിൽ വല കെട്ടിയുണ്ടല്ലേ, മീനൊന്നും കയറില്ല. അത് വെള്ളം കുറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ നമ്മളിത് സൈഡിനകത്ത് വല കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ള മഴയൊക്കെ നിറഞ്ഞ് വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ. ഈ ലെവൽ വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയും കുറഞ്ഞു. നമുക്ക് നല്ലപോലെ കുറയ്ക്കാം. വെള്ളം മൊത്തം കണ്ടില്ല, ആലിക്ക നിറവായിട്ടോ. സത്യം പറയാൻ നമ്മൾ ഗൗരയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കാൻ പറ്റിയ നല്ലൊരു വെള്ളം ഇത് തന്നെ കേട്ടോ. എപ്പോഴും ക്ലിയറായി കിടക്കുന്ന വെള്ളത്തേക്കാണ് നല്ലതാ. ഇങ്ങനത്തെ വെള്ളത്തിലാട്ടോ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ്. നമ്മൾ അത്യാവശ്യം പായലും അടിയിലൊക്കെ കണ്ടില്ലേ, ഡ്രിഫ്റ്റ് വുഡും കല്ലും പ്ലാന്റൊക്കെ ഉറക്കി വെച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അത് ഗൗരയുടെ കുഞ്ഞാട്ടോ. ഇപ്പോൾ പോകണുണ്ടോ, അത് ഗൗരയുടെ കുഞ്ഞാണ്. ഗൗരയുടെ വലിയതിനെ മാത്രം ഞാൻ ഇതായിട്ടും കണ്ടില്ല, ഇതായിട്ടും കയറി വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടല്ലേ, ഇത് ഇതിലായിട്ടും കളഞ്ഞിട്ടില്ല കേട്ടോ. കുറേ നാൾ അതിനകത്ത് മീൻ വളർത്തിയല്ലേ, അതിനകത്ത് കളയാൻ തോന്നണ്ട കേട്ടോ. നല്ല ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നു. നമ്മൾ കുറേ നാൾ അതിനകത്ത് ഒരു 7 വർഷത്തോളം ഇതിനകത്ത് മീൻ വളർത്തിയാണ്. ചെറിയൊരു ലീക്കേജേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കളയാതെ അതിനകത്തൊക്കെ ഒരു പടുത ഇട്ടിട്ടേ മീനെ പിന്നെ വിട്ടാലോ എന്നൊരു ആലോചന ഉണ്ട്. കളഞ്ഞിട്ടില്ല കേട്ടോ, സമയം കിട്ടില്ലാത്തതുകൊണ്ടാണ് കളയാതെ ഇരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ മീനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പടുത മേടിച്ചാൽ 10-80 രൂപ ആവുള്ളൂ. അപ്പം നല്ലൊരു പടുത മേടിച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാലേ ആ വെള്ളം നിന്നോളും. എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതൊക്കെ